ഓസ്ട്രേലിയക്കെതിരായ പിങ്ക് ബോൾ ടെസ്റ്റിൽ കനത്ത പരാജയത്തിലേക്കാണ് ടീം ഇന്ത്യ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാറ്റി കമ്മിൻസും സംഘവും 10 വിക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തുകയായിരുന്നു. ഈ ടെസ്റ്റിന്റെ വിധി യഥാർത്ഥത്തിൽ രണ്ടാം ദിനം തന്നെ കുറിക്കപ്പെട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓസീസ് എത്ര ദിവസങ്ങൾ കൊണ്ട് ജയിക്കുമെന്ന് മാത്രമേ അറിയാൻ ആവശ്യമുള്ളൂ എന്ന സ്ഥിതിയിലായി കാര്യങ്ങൾ. മൂന്നാം ദിനം രാവിലെ തന്നെ അവർ ഇന്ത്യയുടെ പരാജയം കുറിക്കപ്പെട്ടു. നേരത്തെ പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ടീം 295 റൺസിന്റെ വമ്പൻ വിജയം ആഘോഷിച്ചപ്പോൾ ഇത്തരമൊരു ദുരന്തമായിരിക്കും രണ്ടാം അംഗത്തിൽ കരുതിയിരിക്കുന്നതെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നതായിരുന്നു സത്യം. ഓസീസ് ടീമിന് കളിയുടെ ഒരു ഘട്ടത്തിലും വെല്ലുവിളി സൃഷ്ടിക്കാൻ കഴിയാത്തതാണ് ഇന്ത്യൻ ടീം പ്രധാനമായും കീഴടങ്ങിയത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും കനത്തൊരു തോൽവി ഇന്ത്യക്ക് നേരിടേണ്ടി വന്നതെന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ പരാജയത്തിന്റെ ഒരു കാരണം രോഹിത് ശർമ്മയുടെ മോശം ക്യാപ്റ്റൻസി തന്നെയായിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിലോ ബാറ്റർ എന്ന നിലയിലോ ടീമിനെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല, ആദ്യ ദിനം മുതൽ തന്നെ രോഹിത്തിന്റെ ശരീരഭാഷയും അത്ര മികച്ചതായി നിന്നിരുന്നില്ല. പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ജസ്പ്രീത് ബുംറയായിരുന്നു ടീമിനെ പ്രധാനമായും നയിച്ചിരുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ വെറും 180 റൺസിന് പുറത്തായിട്ടും ഓസീസിനെ 104 എറിഞ്ഞിട്ട് തിരിച്ചടിക്കാൻ ഇന്ത്യയെ സഹായിച്ചത് ശരിക്കും ബുംറയായിരുന്നു. 5 വിക്കറ്റോളമായിരുന്നു അദ്ദേഹം എടുത്തത്. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ഒന്നാം ഇന്നിംഗ്സിൽ തകർച്ചയുണ്ടായപ്പോൾ ആറാമനായി എത്തി ഇതുപോലൊരു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സാണ് രോഹിത്തിൽ നിന്ന് ടീം യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആർക്കോ വേണ്ടി കളിക്കുന്നത് പോലെ കാണപ്പെട്ട അദ്ദേഹം വെറും 3 റൺസ് എടുത്ത് പുറത്താവുന്ന പോലെയായിരുന്നു. നായകൻ എന്ന നിലയിൽ അത്ര അഗ്രസീവായല്ല അദ്ദേഹം കാണപ്പെട്ടതെന്നതാണ് യാഥാർത്ഥ്യം. ബൗളിംഗ് റൊട്ടേഷനുകളിലും രോഹിത് ചില വീഴ്ചകൾ വരുത്തിയിരുന്നു. പേസ് ബൗളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചിൽ 18 ഓവറുകളാണ് അശ്വിനെ കൊണ്ട് അദ്ദേഹം ബൗൾ പ്രധാനമായും ചെയ്യിച്ചത്. നേടിയതാവട്ടെ ഒരേ ഒരു വിക്കറ്റ് മാത്രമായിരുന്നു. മറുവശത്ത് ഓസീസ് തങ്ങളുടെ സ്റ്റാർ സ്പിന്നറായ നെതാൻ ലയണിന് രണ്ടാം ഇന്നിംഗ്സിലായി നൽകിയത് 1 ഓവർ മാത്രമായിരുന്നു. വിക്കറ്റിന് പിന്നിൽ ഋഷഭ് പന്തിന്റെ ദയനീയ പ്രകടനമാണ് ഇന്ത്യൻ പരാജയത്തിന് രണ്ടാമത്തെ കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ചില നിർണായക ക്യാച്ചുകളാണ് ആദ്യ ഇന്നിംഗ്സിൽ തന്നെ അദ്ദേഹം പ്രധാനമായും കളഞ്ഞതും. ഇതിൽ പ്രധാനമായും അപകടകാരിയായ ട്രാവിസ് ഹെഡിന്റെ ക്യാച്ച് നഷ്ടപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നത്. കൂടാതെ ഓസീസ് ഓപ്പണർ നെതൻ മാക്സീനയുടെ ക്യാച്ച് പാഴാക്കിയതും കാര്യമായ ക്ഷീണത്തിനിടയാക്കി. ഈ 2 പേരുടെയും ക്യാച്ചുകൾ ഋഷഭ് നഷ്ടപ്പെടുത്തിയത് കാരണം 98 റൺസാണ് ഇന്ത്യക്ക് അധികമായി വന്നിരുന്നത്. ഒന്നാം ഇന്നിംഗ്സിൽ ഓസീസ് 157 റൺസിന്റെ മികച്ച ലീഡ് നേടാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയായിരുന്നു. ഋഷഭിന്റെ ഈ പിഴവുകൾ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഓസീസിന്റെ ലീഡ് വെറും 59 റൺസിൽ ഒതുങ്ങിയേനെ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 78 റൺസിൽ നിൽക്കവെയായിരുന്നു ഹെഡിന്റെ ക്യാച്ച് ഋഷഭ് കളഞ്ഞത്. ആയുസ് നീട്ടിക്കിട്ടിയ ശേഷം 62 റൺസ് കൂടി അടിച്ചെടുത്ത് അദ്ദേഹം 140 റൺസിൽ വെച്ച് പുറത്താവുകയും ചെയ്തു. മാക്സീനയാവട്ടെ ആദ്യ ദിനം തന്നെ വെറും 3 റൺസിൽ പുറത്താവേണ്ട സാഹചര്യമാണ് നിലനിന്നത്. എന്നാൽ ഋഷഭിന്റെ പിഴവ് കാരണം രക്ഷപ്പെട്ട താരം 36 റൺസ് കൂടി നേടി രണ്ടാം ദിനമാണ് 139 നിൽക്കെ പ്രധാനമായി മടങ്ങിയത്. ബൗളിംഗ് പിഴച്ച് ഓസ്ട്രേലിയയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ബൗളിംഗ് പ്രകടനം കുറവായിരുന്നുവെന്നാണ് മൂന്നാമതായി വിലയിരുത്തുന്ന പ്രധാന കാരണം. ഓസീസ് പേസർമാരുടെ പ്രകടനം എടുത്താൽ അവർ കൂടുതലായും സ്റ്റംപ് ലൈനിലായിരുന്നു പന്തെറിഞ്ഞത്. യോർക്കറും നിരന്തരം പരീക്ഷിക്കുകയുണ്ടായി. ഇതിനവർക്ക് ഫലം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യൻ പേസർമാർ കൂടുതലും ഓഫ് സ്റ്റംപിന് പുറത്താണ് ബൗൾ ചെയ്യുന്നത്. ഇത് കാരണം ലൂസ് ബോളുകളിൽ ഓസീസ് ബാറ്റർമാർ അനായാസം റൺസ് കണ്ടെത്തുകയും ചെയ്തു.